മഞ്ജരിയൊക്കെയുള്ള കാറാണല്ലോ ആദ്യം പോയത്. ആദ്യം പോകുന്ന ആ കാറാണെങ്കിൽ അതായിരിക്കും ബ്ലാസ്റ്റ് ആകുന്നത്. മേഘനെ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പക്ഷെ നീ കാറിന്റെ അടുത്തൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബോർഡർ കിടക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. വിവേക്, വണ്ടി നിർത്ത്. വേഗം എങ്ങോട്ട് തിരിച്ചു വാ. എന്തു പറ്റിയേട്ടതി? പറയുന്നത് കേക്ക്. വണ്ടി വേഗം തിരിക്ക്. ശരിയേട്ടതി. സാർ, ഇങ്ങനെ വെറുതെ ഒന്ന് ടെൻഷൻ അടിക്കാതെ ആ മഞ്ജരിയെ വിളിച്ച് വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞാ പോരെ? അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാ? ബോംബിനെ കുറിച്ച് പറഞ്ഞാൽ അവരെല്ലാരും രക്ഷപ്പെടും. സാർ, മേഘന മാത്രമല്ലേ നമ്മുടെ ടാർഗറ്റ്. ആ മിഥുന്റെ അനിയൻ, അവന്റെ ഭാര്യ, അവര് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അവരുടെ കാര്യമല്ല എനിക്കറിയേണ്ടത്, ആ മേഘനയുടെ കാര്യ. അവളോടൊപ്പം അവളുടെ കുടുംബം മൊത്തം നശിക്കണം. ഇപ്പൊ എന്താ ചെയ്യാ? വക്കീലേ, ദയാ കാർ തിരിച്ചു വന്നു. എന്തിനായിരിക്കും സാർ തിരിച്ചു വന്നത്? എല്ലാവരും കൂടി ഒന്നിച്ചു പോകാൻ വേണ്ടിയായിരിക്കും. നമ്മുടെ സമയം എന്തായാലും കൊള്ളാം. നല്ലതാണോ അല്ലയോ എന്നൊക്കെ ദൈവത്തിനറിയാം. എന്തു പറ്റി ഏട്ടത്തി? എന്താ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞേ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. എനിക്ക് തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ ചെരമ്മേ. പറയട്ടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഏതാന്നൊന്നും എന്നോട് ചോദിക്കരുത്. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും. മേഘനെ, നമുക്ക് പോയാലോ? ശരി വിവേക്, ഞങ്ങൾ മുന്നിൽ പോവാം. നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വന്നാൽ മതി. ശരി ഏട്ടത്തി. ഓക്കെ. മേഘനയുടെ കാർ മൂവ് ആയിട്ടുണ്ട്. 2 കാറും പുറപ്പെട്ടു. ഇനി വലിയ താമസമൊന്നുമില്ല. 10-15 മിനിറ്റിനുള്ളിൽ എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് മേപ്പോട്ട് പോകാൻ പോവല്ലേ. എടോ വക്കീലേ, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്ക്. 2 കാർ ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ പോവല്ലേ. ഷൂട്ട് ചെയ്യേ സാർ. 10, 9, 8, 7, 6, 5, 4, 3. മിഥുനേട്ടാ, വണ്ടി നിർത്തി.
ബോംബ് വെച്ചെന്നോ? ആരാ അത് ചെയ്തത്? ആ സുരേന്ദ്രൻ. ഇതിനു വേണ്ടിയാണ് നമ്മൾ പോവാനായിട്ട് അയാൾ ധൃതി വെച്ചത്. അയ്യോ എന്റെ ഈശ്വര, നീ തിരിച്ചു വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായനെ? എന്താവാനാ, ഒപ്പങ്ങ് പോവായിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഏട്ടത്തി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിനായിരിക്കുമെന്ന്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായേ? സംശയം കൊണ്ടൊന്ന് അന്വേഷിച്ചതാ. അതുകൊണ്ടാ പോലീസിനെ ഫോൺ ചെയ്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. ഈ ചുരുങ്ങിയ സമയത്ത് നീ ഇതൊക്കെ ചെയ്തോ? ആ സുരേന്ദ്രന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു മിഥുനേട്ടാ. അതുകൊണ്ടാ പോലീസിനോട് ഓൾറെഡി ഞാനിതൊക്കെ പറഞ്ഞു വെച്ചത്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ട് നീ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടല്ലേ? നീ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ക്ഷമിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ജയിലിൽ എത്ര അഴിയുണ്ടെന്ന് പോയി എണ്ണി പഠിക്ക്. തനിക്കിനി മറ്റൊന്നും ചെയ്യാനില്ല. നിന്റെ മുത്തച്ഛൻ ഇപ്പോഴും എന്റെ കസ്റ്റഡിയിലാണുള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അയാള് ജീവനോടെ ഉണ്ടാവില്ല. എടോ ഭൂലോകം മണ്ട, വക്കീലമാവൻ വീട്ടിലെത്തിയിട്ട് നേരെ എത്രയെന്നറിയോ? ഹീ സേഫ്. താങ്ക് യു സോ മച്ച് എസ് ഐ സർ. സമയത്തിന് വന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തല്ലോ. ഇതോടെ എല്ലാം അവസാനിച്ചു നീ കരുതണ്ട മേഘനെ. ഞാൻ എന്താണെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ചു വരും. അപ്പൊ ഞാൻ നിന്നെ എടുത്തോളാം. ഇനി തനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. തന്റെ ഫാക്ടറി എന്ന സ്വപ്നവും അവസാനിച്ചു. ആ നാട്ടുകാരെല്ലാം ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കാം. ഇയാളെ കൊണ്ടുപോയിക്കോളൂ എസ് ഐ സർ. കോൺസ്റ്റബിൾസ്, ഇയാളെ കൊണ്ടുപോ. നീ ചെവിയെന്നുള്ളിക്കോ. മേഘനെ, നിന്റെ മുത്തച്ഛൻ ഏതായാലും രക്ഷപ്പെട്ടല്ലോ. അതുപോലെ ആ നാടും നാട്ടുകാരും രക്ഷപ്പെട്ടു. നമുക്ക് ഏതായാലും വീട്ടിൽ പോവാം. വാ, കയറ്. എല്ലാരും കയറ്. എന്ത് പറ്റി ചെയ്തേവാ ഇങ്ങോട്ടേക്ക് വരാൻ? പണിക്കർ എത്രയും പെട്ടെന്ന് മിഥുന്റെ ജാതകം ഒന്ന് നോക്കണം. അതിനാ വന്നേ. മിഥുന്റെ ജാതകം അനുസരിച്ച് ഇപ്പൊ യാതൊരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ജയദേവ? പണിക്കര് കാര്യം പറഞ്ഞു. എന്നാലും എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. മിഥുൻ യാത്ര ചെയ്ത കാറിന് അപകടം സംഭവിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അതുകൊണ്ടാ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വെറൊരു സ്വപ്നം മാത്രമാ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സമയത്ത് മിഥുന്റെ ഗ്രഹനില എങ്ങനെയാണെന്ന് ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ പണിക്കരെ? ആയിക്കോട്ടെ. എന്തു പറ്റി ഭാർഗവ പണിക്കരെ? നിങ്ങളുടെ മനസ്സ് പറഞ്ഞത് ശരിയായിരുന്നു. ജാതകമനുസരിച്ചൊരു ആപത്ത് കാത്തിരിക്കുന്നുണ്ട്. അതാണെങ്കിൽ അടുത്തും കഴിഞ്ഞു. അതെന്ത് അപകടമാണ് ഭാർഗവ പണിക്കരെ? മിഥുനിപ്പോ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? അവരാരും വീട്ടിലില്ല. എല്ലാവരും കൂടി മേഘനയുടെ നാട്ടിലേക്ക് പോയിരിക്കുക. എന്താ, മേഘനയുടെ നാട്ടിലേക്ക് പോയെന്നോ? എത്രയും വേഗം അവരോട് തിരികെ വരാൻ പറയണം. കാര്യം എന്താണെന്ന് പറയോ പണിക്കരെ? മിഥുൻ വീട്ടിലെത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ. ജീവന് തന്നെ ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ ആപത്ത്. എത്രയും വേഗം അവരോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയണം. വേഗം തന്നെ മിഥുന് ഫോൺ ചെയ്യേ. മിഥുനെ പണിക്കരെ വിളിക്കുന്നേ. ഹലോ മിഥുൻ, എവിടെയാ മോനെ? ഹലോ ഡാഡ്, ഇവിടെ വക്കീലമാവന്റെ വീട്ടിലാ. ഇന്ന് തന്നെ വരുമെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? ഇല്ല ഡാഡ്, ഇവിടെ ഡാഡിന്റെ മരുമകൾ മേഘന ഒരു വലിയ വിജയം നേടിയിട്ട് നിൽക്കുക. ഈ നാട്ടുകാർ മുഴുവൻ അവളെ പൊക്കി ആകാശത്ത് നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഇറങ്ങാൻ പറ്റും തോന്നില്ല. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ മോനെ മിഥുൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, നീ വിശേഷങ്ങൾ പറ.
ഇവിടെ ഒരാള് ഈ നാട് മുഴുവൻ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇത്രയൊക്കെ സംഭവിച്ചോ? അതെ ഡാഡ്. അല്ല, ഡാഡ് എന്തോ ടെൻഷൻ അടിക്കുന്ന പോലെ ഉണ്ടല്ലോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നേ? നാളെ ഇവിടെ അമ്പലത്തിലൊരു പൂജയുണ്ട്. അത് കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കും. താമസിയാതെ ഞങ്ങൾ എത്തിക്കോളാം. ശരി മോനെ, സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ ഡാഡ്. പണിക്കരെ, അവര് നാളെയാ വരുന്നെന്നാ പറഞ്ഞേ. ആപത്ത് നാളെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്ത് ഇന്ന് തന്നെ അവരോട് വരാൻ പറയുക ചെയ്തേവാ. അങ്ങനെ ആയിക്കോട്ടെ ഭാർഗവ പണിക്കരെ. എന്തായാലും ഞാൻ തന്നെ നേരിട്ട് പോയി അവരെ വിളിച്ചോണ്ട് വന്നോളാം. എങ്കിൽ പോയിട്ട് വരാം. ശുഭം പോയാ. എപ്പോഴും ഞാൻ പുറത്തു നിന്നേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു സെല്ലിനകത്ത് കിടക്കുന്നു സാർ. താൻ വെറുതെ ടെൻഷൻ ആകാതെ വക്കീലേ. നമ്മുടെ ജാമ്യത്തിന് വേണ്ടി പുറത്തുള്ളവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമസ്കാരം സാറേ. അണ്ണനോടൊന്ന് സംസാരിക്കണമായിരുന്നു. നാളെ കോടതിയിൽ ഹാജരാക്കുന്നവരെ അയാളോട് സംസാരിക്കാൻ പറ്റില്ല. ഒരു 2 മിനിറ്റ് പോയി സാറേ, സംസാരിച്ച് പൊക്കോളാം. ശരി, വേഗം സംസാരിച്ചിട്ട് പോക്കണം. താങ്ക് യു സാർ. എന്താടാ, ജാമ്യത്തിനുള്ള പേപ്പറുമായിട്ട് വരാനല്ലേ പറഞ്ഞിരുന്നേ? അണ്ണന് ജാമ്യം എടുക്കേണ്ട വക്കീൽ അണ്ണന്റെ അവിടെ ലോക്കപ്പിൽ കിടക്കല്ലേ. ഇയാളില്ലാന്നും പറഞ്ഞ് വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ടൂടെ? വേറെ വക്കീൽ ഇവിടെ ശ്രമിച്ചാണ്, പക്ഷെ ജഡ്ജി സാറ് ജാമ്യം അനുവദിച്ചില്ല. അതെങ്ങനെ അനുവദിക്കാനാ? ജാമ്യമില്ലാത്ത വകുപ്പല്ലേ ഇതൊക്കെ. അത് മാത്രല്ല അണ്ണ, നമ്മുടെ ഫാക്ടറിയുടെ ലൈസൻസും റദ്ദ് ചെയ്തു. അണ്ണന് മിനിമം 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന പറയുന്നേ. അപ്പൊ എന്റെ വക്കീല് പണിയും പോയി. ഇനി എന്ത് ചെയ്യണ്ണ? എന്തായാലും ഒരു കണക്കിന് ഇത് നന്നായി. ഈ രാത്രി സ്റ്റേഷനില് ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണല്ലോ. നാളെ കോടതി ഹാജരായി കഴിഞ്ഞാ അവിടുന്ന് നേരിട്ട് ജയിലിലേക്ക് പോകാലോ. ആരെയും കാണാതെ ആരോട് സംസാരിക്കാതെയും ആ 4 ചുവരുകൾക്കുള്ളിൽ നരകവേദന അനുഭവിക്കുന്നത് എനിക്കത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്താ സാർ, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കുന്നതിന് പകരം ഇങ്ങനെയാണോ പറയുന്നേ? നിയമത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കല്ലേ വക്കീലെ അറിയുന്നേ. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ എന്നോടൊപ്പം ആ മേഘനയും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇത്രയായിട്ട് ആ മേഘനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമാണ് വീണ്ടും പറയുന്നത്. ഇത്തവണ മേഘനയല്ല അറ്റാക്ക് ചെയ്യാൻ പോകുന്നേ, അവടെ ഭർത്താവും ഇതിനെ. അവൻ ചത്തു തൊലയണം. മേഘന ജീവിതാവസാനം വരെ വെള്ളസാരിയും ഉടുത്ത് വിധവയായിട്ട് കരഞ്ഞു തീർക്കണം. എടാ, നാട്ടിൽ ചെന്ന് നമ്മുടെ ആൾക്കാരെയൊക്കെ കൂട്ട്. എല്ലാവരുടെയും കയ്യിൽ ആയുധമുണ്ടായിരിക്കണം. ഫാക്ടറി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം എടുത്തോണം. ആ മിഥുനെ അതെല്ലാം കൊണ്ട് അടിച്ചു കൊന്നേക്കണം. നാളെ ഞാൻ കോടതിയുടെ മുൻപിൽ എത്തുന്നതിന് മുൻപ് അവന്റെ മരണ വാർത്ത കേൾക്കണം. അവനെ കൊന്നുകഴിഞ്ഞ് മേഘന പൊട്ടിക്കരയുന്ന വാർത്ത എന്നെ അറിയിച്ചാ മതി. ശരിയാണ്. വയ്ക്കോ? എന്താണ് വക്കീലെ, ഈ പ്രതികാരം തനിക്ക് ഓക്കെ അല്ലേ? പകയും പ്രതികാരം ഒക്കെ സാറിന്റെ അല്ലേ? ഇതിനിടയിലേക്ക് എന്നെ എന്തിനാ വലിച്ചഴിക്കുന്നത്? നാളെ മുതല് തനിക്കും എന്റെ കൂടെ ജയിലിൽ കിടക്കാനുള്ളതല്ലേ? ഇതിന് കാരണക്കാരിയായ മേഘനെ വിധവയാക്കിയിട്ട് നമുക്ക് ജയിലിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാടോ. എന്താ മേഘനെ? അല്ല, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? എങ്ങനെ സംഭവിച്ചു? അത് ഞാൻ പൊട്ട് തൊടാൻ വേണ്ടി വന്നപ്പോ കുങ്കുമത്തിന്റെ ചെപ്പ് താഴെ വീണത് കണ്ടില്ലേ? അതിന് താഴെ വീണാതെ എടുത്ത് വെച്ചാ പോരെ? എന്നാലും എന്റെ കയ്യിൽ നിന്നല്ലേ ഇത് താഴെ വീണത്. അതെന്തോ അപശകുനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹേ, അങ്ങനെയൊന്നുമില്ല.
ഇന്ന് എന്റെ കൈകൊണ്ട് പൊട്ടു തൊടണമെന്നുള്ളതാ ദൈവനിശ്ചയം. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ? നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിക്കാതെ പൂജ പൂർത്തിയാക്ക. ഈശ്വര, മിഥുനേട്ടന് ഒരു ആപത്തും വരുത്തല്ലേ. എന്താണെങ്കിലും അത് നീ തന്നെ തടയണം. എന്താ മേഘന ഇത്? നീ ഈശ്വരന് സമാധാനം കൊടുക്കില്ലെന്നാ? നീ ഇത്രയ്ക്ക് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചെന്താ? എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ നീ ശരിക്കും കൺകണ്ട ദൈവം തന്നെയാ. നീ കാരണം ഇവിടെ എല്ലാവരും ഈ നല്ല ദിവസം സന്തോഷത്തോടെ ആഘോഷിക്കാൻ പോവുക. എന്നിട്ടെന്തേ നിന്റെ മുഖത്ത് മാത്രം സന്തോഷമില്ലാത്തത്? ആ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാളെ ജയിലിലേക്കും പോകും. ഇനിയെങ്കിലും നിനക്ക് സന്തോഷിച്ചൂടെ? അയാളെ പോലുള്ളവർ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ പേടിച്ചേ പറ്റൂ. അയാൾ കാരണം ഇനി വേറെ ആർക്കെങ്കിലും ആപത്തുണ്ടാവുമോ എന്ന് എനിക്ക് ശരിക്കും പേടിയുണ്ട്. അയാളെ കൊണ്ടോ? അയാൾ ഇപ്പൊ തന്നെ പകുതി ചത്തില്ലേ, പിന്നെ അയാൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി ആ കാര്യമൊക്കെ നീ അങ്ങ് മറന്നേക്ക്. ദേ നോക്ക്, ഇപ്പൊ നീ ഹാപ്പി ആയിട്ട് അമ്പലത്തിൽ പോണം. നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് അവിടുത്തെ പൂജകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. ഹലോ മോളെ മേഘനെ. ഹലോ അച്ഛാ, അച്ഛനിപ്പോ എവിടെയുള്ളത്? എന്താന്ന് പറ മോളെ. അച്ഛനൊന്ന് ഭാർഗവ പണിക്കരെ പോയി കാണാൻ പറ്റുമോ? അതെന്തിനാ മോളെ? എനിക്കെന്തോ മനസ്സിലൊരു പേടി തോന്നുന്നു അച്ഛാ. സംഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ളിലൊരു പേടിയുണ്ട്. അതെന്താ മോളെ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? എന്താന്നൊന്നും അറിയില്ല അച്ഛാ. അച്ഛൻ എത്രയും വേഗം ചെന്ന് ഭാർഗവ പണിക്കരെ ഒന്ന് കാണണം. ഓൾറെഡി ഞാൻ അദ്ദേഹത്തെ കണ്ടായിരുന്നു മോളെ. എന്താ അച്ഛ പറയുന്നേ? ഭാർഗവ പണിക്കരെ കണ്ടുവെന്നോ? അതെ മോളെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ അവിടെ എത്തിയിട്ട് പറയാം മോളെ. അച്ഛനിത് എങ്ങോട്ടേക്കാ പോകുന്നേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ ഓൺ ദ വേ മോളെ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഞാൻ വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം മോളെ. എല്ലാവരും ഇപ്പൊ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? ശരി, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും. കുങ്കുമച്ചിപ്പന്റെ കയ്യിൽ നിന്ന് താഴെ വീണതും അച്ഛനിപ്പോ ധൃതി വെച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതിന് എന്തായിരിക്കും എന്റെ ഈശ്വര? ചാരു, നീ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ടോ? ഏട്ടത്തിയുടെ ഫോട്ടോയുടെ കൂടെ നിന്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഞങ്ങള് രണ്ടുപേരും കുറിച്ച് എഴുതിയിട്ടുണ്ടോ അതോ എന്റെ ചേച്ചിയെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ? ഇല്ല ചാരു, നിന്നെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീര സഹോദരിമാർന്നാ ഹെഡ്ലൈൻ വന്നിരിക്കുന്നേ. നിങ്ങൾ നടത്തിയ പോരാട്ടത്തെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നേ. കണ്ടില്ലേ, ഏട്ടത്തിയുമായിട്ടുള്ള പിണക്കൊക്കെ മാറിയപ്പോ എല്ലാം നല്ല കാര്യങ്ങളല്ല സംഭവിക്കുന്നേ. ഞാനും ചേച്ചിയും തമ്മിൽ വഴക്കൊന്നും മാറിയിട്ടില്ല. ചേച്ചിയുടെ കൂടെ തന്നെ ഞാനും നിന്ന് ആ പോരാട്ടം നടത്തിയതിനാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ചേച്ചിയുടെ കൂടെ ഈക്വലായിട്ട് നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചേച്ചിക്ക് കിട്ടുന്ന യാതൊരു പരിഗണനയും ആരും ഒരിക്കലും എനിക്ക് തരാൻ പോകുന്നില്ല എന്ന് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ടാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ എങ്ങനെ ഹൈലൈറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അവരുടെ കൂടെ നമുക്കും ഈക്വൽ ആയിട്ട് നിൽക്കാൻ പറ്റൂ. അവരുടെ കീഴിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ ചാരു? എന്താ അത്? ഏട്ടത്തി എപ്പോഴെങ്കിലും നിന്നോട് ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ?